ഈ 3700, അതായത് 2015-16 വർഷം 3700 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗം ഉണ്ടായിരുന്ന സമയത്ത് 1 മണിക്കൂർ പവർ കട്ട് ഉണ്ടായിരുന്നു, കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷം പരിഹരിച്ചത് എന്നത് ഇടമൺ കൊച്ചി ലൈൻ യാഥാർത്ഥ്യമാക്കി LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം. അത് കൂടംകുളത്ത് നിന്ന് വൈദ്യുതി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അങ്ങനെയാണ് 1000 മെഗാവാട്ട് വൈദ്യുതി എത്തിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് പുഗലൂർ മാടക്കത്തറ ലൈൻ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കുന്നു. അതിലൂടെ 2500 മെഗാവാട്ട് വൈദ്യുതി കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന പവർ കട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നത്. ഇനി 2 പ്രധാനപ്പെട്ട വൈദ്യുതി ലൈനുകളുടെ നിർമ്മാണം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതൊന്ന് ഉടുപ്പി കാസർഗോഡാണ്, 2 വയനാട് കാസർഗോഡാണ്. ഈ 2 വൈദ്യുതി ലൈനുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിൽ ഒരുപക്ഷെ ഒരു വൈദ്യുതി ക്രൈസിസ് എന്ന് പറയുന്നത് ഭാവിയിലേക്ക് ഉണ്ടാകില്ല എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സോളാർ എനർജിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ. സോളാർ എനർജിയുടെ കാര്യത്തിൽ ഇപ്പോൾ കാസർഗോട്ട് ഈ സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനം പൂർത്തിയാകും എന്നാണ് KSEB വിശദീകരിക്കുന്നത്. ഏതാണ്ട് 500 മുതൽ 1500 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള എനർജി ഡെവലപ്മെൻറ്റ് ഈ കാസർഗോഡ് മേഖലയിൽ ഉണ്ടാകും എന്നാണ് KSEB വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ആവശ്യമായ വൈദ്യുതി സ്വരൂപിക്കുന്നതിന് ഉണ്ടാക്കുന്നതിന് ഉള്ള നടപടികൾ KSEB സ്വീകരിക്കുന്നുണ്ട്. അപ്പോഴും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു താൽക്കാലിക പ്രതിസന്ധിയാണത്. കൂടുതൽ നീളാൻ സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 117 ദശലക്ഷം യൂണിറ്റ് ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ അതിൽ വെറും 25% മാത്രമാണ്, നമ്മൾ ഓർക്കണം, വെറും 25% മാത്രമാണ് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനമായി വരുന്നത്. വെറും 25%. അതിൽ ഏതാണ്ട് 48%, ഏതാണ്ട് 48 ദശലക്ഷം യൂണിറ്റ്, 28 ദശലക്ഷം യൂണിറ്റ്, 117.16 ദശലക്ഷം യൂണിറ്റ് നമ്മൾ വൈദ്യുതി ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ 28 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത്. 48 ദശലക്ഷം യൂണിറ്റ് നമുക്ക് കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടും, കൂടംകുളത്ത് നിന്ന്, അതുപോലെ തന്നെ NTPC വഴിയൊക്കെ തന്നെ കിട്ടും. ബാക്കിയുള്ള ഏതാണ്ട് 41 മെഗാവാട്ട് ദശലക്ഷം യൂണിറ്റാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. അതായത് പ്രൈവറ്റ് കമ്പനികളിൽ നിന്നടക്കം പുറത്തുനിന്ന് വാങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ 250 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെടും. പക്ഷേ ഇത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. KSEB ഒരുപക്ഷെ കൂടുതൽ ഈ വൈദ്യുതി കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു അസാധാരണ സാഹചര്യത്തിലുണ്ടായ ഒരു പ്രതിസന്ധി നമ്മൾ മുൻനിർത്തിക്കൊണ്ട് കേരളം ഇരുട്ടിലാണ്, കേരളം ഇരുട്ടിലേക്ക് പോകാൻ പോകുന്നു എന്നൊന്നും വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്.